റിയാസിൻ്റെ മോന്തയുടെ വാല്യൂ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ നിനക്കെതിരെ സംസാരിക്കുന്നവർക്ക് 1 മില്യൺ വ്യൂസ് കിട്ടുന്നത്. നീ പറഞ്ഞ ചെറ്റത്തരത്തിന് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനാണ് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നതും അതല്ലെങ്കിൽ ആ വ്യൂസ് കയറുന്നതും. അതല്ലാണ്ട് എൻ്റെ മോൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല എന്നെൻ്റെ പൊന്നുമും മനസ്സിലാക്കണം. രാജ്യദ്രോഹിയായിട്ടുള്ള റിയാസ് സലീമിൻ്റെ മാപ്പപേക്ഷകളൊന്നും വന്നില്ലെന്ന് കുറേ നേരമില്ല എല്ലാവരും നോക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. മാപ്പപേക്ഷയാണോ അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ എന്ന് നിങ്ങൾ ഇത് കേട്ടിട്ട് പറ. അതിൻ്റെ ഇംഗ്ലീഷ് ഇതാണ് അവനിട്ട്. നമ്മൾ വലിയൊരു ഇംഗ്ലീഷുകാരനാണല്ലോ പുള്ളി, അങ്ങനെ മലയാളം സംസാരിക്കാറില്ലാത്തത് കൊണ്ട് പുള്ളി ഇംഗ്ലീഷിലാണ് ഈ ഒരു മാപ്പ് കൊടുത്തത്. മാപ്പല്ല, ഞാനതിൻ്റെ മലയാളത്തിലോട്ടുള്ള വായിച്ചുതരാം. മലയാളത്തിലോട്ട് ജസ്റ്റ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കേൾക്കത്. കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവെച്ച ഒരു വിഷയത്തെ തുടർന്ന് വലിയ പ്രതികരണങ്ങൾ വന്നതെന്ന് പുള്ളി കണ്ടോലെ. ചിലർ എന്നെ രാജ്യവിരുദ്ധൻ എന്നാണ് വിളിച്ചത്, അത് വളരെ വേദനിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ആക്രോശത്തിൽ നിന്നല്ല, ആശങ്കയിൽ നിന്നായിരുന്നു. മനുഷ്യ ജീവിതത്തെ വിലമതിക്കുക, ആക്രമണത്തെ ചോദ്യം ചെയ്യുക, കൂടുതൽ സമാധാനപരമായ നാളെയിലേക്ക് ഉള്ള പ്രതീക്ഷ പിടിച്ചു പറ്റുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. ഇത് അതായത് കുറച്ച് എന്താ പറയുക കലാപരമായിട്ടുള്ള എഴുത്താണ് ഉദ്ദേശം. ഒരിക്കൽ ഈ രാജ്യത്തെ അപമാനിക്കാനോ അവഗണിക്കാനോ ഞാൻ തയ്യാറല്ല. ഈ ദേശത്തെ ഞാൻ അതിഗൗരവത്തോടെ, അതായത് ദേശത്തോടെ അതിഗൗരവത്തോടെ കൂടുതലായിട്ട് ഞാൻ സ്നേഹിക്കുന്നു. അതിനെതിരെ ഒരിക്കലും നിലകൊള്ളില്ല, അതായത് രാജ്യത്തിനെതിരെ ഒരിക്കലും നിലകൊള്ളില്ല. ഭാവങ്ങൾ തെറ്റായി, അതായത് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം, വാക്കുകൾ മറയ്ക്കപ്പെടാം. എന്നാൽ എൻ്റെ മനസ്സ് എവിടെയാണെന്ന് സംശയിക്കുന്നവർക്ക് ഞാനൊരു കാര്യം വ്യക്തമാക്കണം. ഞാൻ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു, ഞാൻ സമാധാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു. ഈ ദേശത്തെ സംരക്ഷിക്കുന്ന ധീരമായ പുരുഷന്മാരെയും സ്ത്രീകളുടെയും കൂടെയാണ് ഞാൻ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ കൂടെയാണ് ഞാൻ. ഇന്ന് സീസ് ഫയർ പ്രഖ്യാപിച്ച് അത് ആ വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സ് കുറച്ചൊന്ന് സമാധാനപ്പെട്ടു. ഇത് വെറും രാഷ്ട്രീയ തലത്തിലുള്ള ഒരു ഇടവേള മാത്രമല്ല, ഇത് 1000കണക്കിന് വർഷങ്ങളായി പങ്കിട്ടുള്ള 2 രാജ്യങ്ങളുടെ ഇടയിൽ ഉരുത്തിരിഞ്ഞ ഒരു പ്രതീക്ഷയുടെ ജ്വാലയാണ്. ഇത് നമുക്ക് കളയരുത്. ജയ് ഹിന്ദ്, റിയാസ് സലീം. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അപ്പോളജി ആയിട്ട് തോന്നിയില്ല? അപ്പോളജി അല്ലത്, ഇത് ക്ഷമയല്ല. ഞാൻ പറഞ്ഞതിനുള്ള കാരണങ്ങൾ ഇന്ന കാരണങ്ങളാണ്. സമാധാനം വേണം, അത് വേണം, ഇത് വേണം. ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മനസ്സെപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ തെറ്റായിട്ട് ആൾക്കാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് കയറുന്ന പ്രഷറിൻ്റെ പേരിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ തെറ്റായ രീതിയിലോട്ട് ആൾക്കാർ വ്യാഖ്യാനിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അത് തെറ്റിദ്ധരിച്ചതാണ്. ഞാനെപ്പോഴും എൻ്റെ സത്യാവസ്ഥ, എൻ്റെ ഉള്ളിൽ രാജ്യത്തിനോട് ഇന്ത്യനോട് തന്നെയാണ് എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു അഹംഭാവത്തോടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്നും പറയാൻ പറ്റില്ല. ഇതിനിപ്പോൾ എന്താ നമ്മൾ പറയാം? അതായത് ഞാൻ പെട്ടു, അതായത് ഇപ്പം രാജ്യദ്രോഹ കുറ്റം എനിക്കെതിരെ വരും, അതല്ലെങ്കിൽ ആൾക്കാർ എന്നെ എതിരെ സപ്പോർട്ട് ചെയ്യാണ്ട് എതിരെ നിൽക്കും, ഞാൻ പെടും എന്ന് തോന്നിയപ്പം വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല നല്ല വേർഡ്സൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 2 പാരഗ്രാഫ് അങ്ങോട്ട് ഇറക്കി കൊടുത്തു. ഇത് വായിക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം, ഈ വായിക്കുന്ന ആൾക്കാർ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ അയാൾ നന്ദി അല്ലെങ്കിൽ തെറ്റ് കണ്ടെത്തി മനസ്സിലാക്കി ക്ഷമ പറഞ്ഞിട്ടുണ്ട്, അപ്പോളജി പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിക്കാനുള്ള. നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ആ വേർഡിങ്സിൽ എവിടെയെങ്കിലും ക്ഷമ നിങ്ങൾ കണ്ടോ? ക്ഷമ ചോദിച്ചോ? ഇല്ല. അപ്പോളജി എവിടെയില്ല. ഇംഗ്ലീഷ് എടുത്തോ, അപ്പോളജി എന്നുള്ള വേർഡ് എവിടെയില്ല. മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ക്ഷമ ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് നിങ്ങളുടെ ക്ഷമ വേണ്ട. എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ബിഗ് ബോസ് കാണുന്ന സമയം മുതൽ നമുക്കറിയാം ഒരു അഹംഭാവിയാണ് ആള്. ആളുടെ പേഴ്സണൽ ലൈഫും വലിയ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലേ? ലിപ്സ്റ്റിക് ഇട്ടു, കണ്ണെഴുതി, ഇത് അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പലരും അത് നമ്മൾ കുറേ ആൾക്കാർ വീഡിയോയിൽ അതൊക്കെ കൊണ്ടിട്ട് ഭയങ്കരമാക്കുന്നത് കണ്ടു. അതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് അവൻ്റെ ഇഷ്ടം, അവൻ തോന്നിയ പോലെ നടക്കട്ടെ, എല്ലാവരും അവർക്ക് തോന്നിയ പോലെ നടക്കട്ടെ. പക്ഷെ അവൻ്റെ അഭിപ്രായങ്ങൾ അത് മോശമാണ്. പറഞ്ഞ അഭിപ്രായം തെറ്റാണെങ്കിൽ അതിനെതിരെ സംസാരിക്കാനും അല്ല അതിനെതിരെ കേസ് കൊടുക്കാനും ആൾക്കാരെന്നും ഉണ്ടാവും. അത് റിയാസ് സലീം മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ റിയാസ് സലീം മാത്രമല്ല, നമ്മുടെ മെറീനയുടെ ഇതും നമ്മൾ കണ്ടു അല്ലേ? മെറീനയുടെ കാര്യം നമ്മൾ കണ്ടു. ഇതുവരെ എനിക്ക് തോന്നുന്ന ഒരു അപ്പോളജി അതല്ലെങ്കിൽ ക്ഷമ പോലെ വല്ലതും വന്നോ അറിയില്ല, ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ന്യൂസ്. റിയാസിൻ്റെ ഈ ഒരു ന്യൂസാണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മളെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടൊരു സംഭവം ഒന്നല്ലല്ലോ യുദ്ധം. കാലങ്ങളായിട്ട് നമുക്ക് എന്താ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ആ കൊല്ലം മുതൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യുദ്ധം ഉണ്ടായപ്പോൾ ഒക്കെ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തിട്ട് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കിയിട്ടേ ഉള്ളൂ.
അത് ഇന്ദിരാഗാന്ധി ചെയ്ത യുദ്ധമാണെങ്കിലും വേണ്ടില്ല, അതിനുശേഷം വന്ന പല പല യുദ്ധങ്ങളാണെങ്കിലും വേണ്ടില്ല, സിയാച്ചിൽ പിടിച്ചെടുത്ത കാര്യങ്ങളാണെങ്കിലും വേണ്ടില്ല, എപ്പോഴാണെങ്കിലും നമുക്ക് തന്നെയാണ് മേൽക്കൈ. എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഇത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ നുഴഞ്ഞു കയറിയിട്ടും ഈ അതിർത്തിയിലുള്ള പാവപ്പെട്ട ആൾക്കാരെ കൊന്നിട്ടും നമ്മുടെ സൈന്യത്തിൻ്റെ സൈന്യ താവളത്തിൽ വന്നിട്ടും അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ എത്ര പേര് അവന്മാർ കൊല്ലുന്നുണ്ട്. നമ്മളിതുവരെ ആ ഒരു ലെവലിൽ അങ്ങോട്ട് തിരിച്ചടിക്കാൻ പോയിട്ടില്ല. ഇപ്പം അവന്മാർ വന്നിട്ട് നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ സഹോദരന്മാരെ വരെ കൊന്നു. അപ്പം അവന്മാർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുക തന്നെ വേണം. അവിടുത്തെ സിവിലിയൻസിനല്ല കൊന്നത്. അത് റിയാസ് തെറ്റായിട്ട് എവിടുന്നോ കിട്ടിയ ഫേക്ക് ന്യൂസ്, ഇപ്പം നമ്മുടെ പല പത്രങ്ങളിലും വരുന്ന ഫേക്ക് ന്യൂസ് പുള്ളിക്കും കിട്ടിയ പുള്ളി അത് എടുത്തടിച്ചു. പക്ഷേ നമ്മൾ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇടുമ്പോഴേ വളരെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അതിന് വ്യക്തത വരുത്തണം. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ കൂടെയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് വരുമ്പം എനിക്കൊരു സങ്കടം തോന്നി. ഈ രീതിയിൽ വേണം അത് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളത് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മൾ വലിയ ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ വലിയ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ടോ ഒന്നും കാര്യമില്ല റിയാസേ. നമ്മളൊരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ തെറ്റാന്ന് കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് ക്ഷമിച്ചേക്ക്, അല്ലെങ്കിൽ ക്ഷമ പറഞ്ഞേക്കുക, അപ്പോളജി പറയാൻ പഠിക്കണം. ഞാൻ വലിയൊരു കൊമ്പത്തെ മറ്റോനൊന്നും പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ക്ഷമ പറയാൻ പറ്റണം. ചെയ്തത് തെറ്റാന്ന് തോന്നിയോണ്ടല്ലേ ഇത്ര ആൾക്കാർ നിനക്കെതിരെ ഏതെങ്കിലും ഒരാൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഒരു പോസ്റ്റ് ഇട്ടോ, അല്ലെങ്കിൽ നിന്റെ ആ പോസ്റ്റിനെ ഈ ഹ്യൂമാനിറ്റിയുടെ പേരിൽ സപ്പോർട്ട് ചെയ്തവരെ അപ്പോളജി പറഞ്ഞിട്ടു. അപ്പോൾ പിന്നെ നിനക്ക് മാത്രം എന്തത്ര കുത്തിക്കഴപ്പ്? ക്ഷമ പറയാൻ എന്താ നിന്നെ സമ്മതിക്കാത്തത്? നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ എന്താണ് നിന്റെ പ്രശ്നം? നിനക്ക് തോന്നുന്നുണ്ട് ഇതുകൊണ്ട് നിന്നിട്ട ഈ പോസ്റ്റ് കൊണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് അടങ്ങും തോന്നുന്നുണ്ട്? ഒരിക്കലും ഇല്ല. ആൾക്കാർ നിനക്കെതിരെ സംസാരിക്കുകയുള്ളൂ. നിനക്കെതിരെ സംസാരിച്ച ആൾക്കാരുടെ പോസ്റ്റിൻ്റെ അടിയിൽ പോയിട്ട് അല്ലെങ്കിൽ നിന്റെ മോന്ത വെച്ചിട്ട് ഫെയിം കിട്ടാനും അല്ലെങ്കിൽ 1 മില്യൺ അടിക്കാനും 2 മില്യൺ അടിക്കാനും അല്ലേ നിങ്ങൾ വീഡിയോ ചെയ്ത്? നീ ആരാ? നിന്റെ ആറ്റിറ്റ്യൂഡും നിന്റെ മേക്കപ്പും അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ അതിനെ ലൈക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ ലൈക്ക് അടിക്കുന്നു. പക്ഷെ നീ പറഞ്ഞ ചെറ്റത്തരം പറഞ്ഞതിന് അത് വെച്ച് വീഡിയോ ഇട്ട ആൾക്കാർക്ക് മില്യൺസ് കിട്ടുന്നത് നിന്റെ മോന്തയുടെ വാല്യൂ കൊണ്ടല്ല, നീ പറഞ്ഞ ചെറ്റത്തരത്തിന് ആൾക്കാർ എതിർത്തത് കൊണ്ടാണ്. അത് റിയാസുമോ മനസ്സിലാക്കണം കേട്ടോ. റിയാസിൻ്റെ മോന്തയുടെ വാല്യൂ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ നിനക്കെതിരെ സംസാരിക്കുന്നവർക്ക് 1 മില്യൺ വ്യൂസ് കിട്ടുന്നത്. നീ പറഞ്ഞ ചെറ്റത്തരത്തിന് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനാണ് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നതും അതല്ലെങ്കിൽ ആ വ്യൂസ് കയറുന്നതും. അതല്ലാണ്ട് എൻ്റെ മോൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല എന്നെൻ്റെ പൊന്നുമും മനസ്സിലാക്കണം. മേക്കപ്പും ലിപ്സ്റ്റിക്കും ഇതൊക്കെ ഇട്ടിറങ്ങിയാൽ തന്നെ മോന് സൗന്ദര്യം തോന്നിക്കുന്നുള്ളൂ എന്നുള്ളത് നിൻ്റെ തോന്നലല്ലേ? അതാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊന്നും ഇല്ലാണ്ട് മോൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മോനും സാധാരണ ഒരു മനുഷ്യനാണ്. അത് ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ആണായിക്കോട്ടെ, എന്താണെങ്കിലും. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ ചിന്തകൾ, നമ്മൾ വലിയ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കതിൽ സ്റ്റാൻഡ് വ്യക്തമായിരിക്കണം. അതല്ലാണ്ട് ഒരുമാതിരി അഭിപ്രായം, അതും ഒരു മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഒന്ന് സംസാരിക്കുമ്പം ഊളത്തരം പറയാൻ നിൽക്കരുത് കേട്ടോ.